സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ എന്ന ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ്. ഒരു മനുഷ്യൻ എഴുതിയതോ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചതോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്താ പദ്ധതികൾ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ ഈ ലോകത്തേക്ക് ആകമാനമായി അറിയിച്ചു കൊടുത്ത സന്ദേശങ്ങളാണ് ഖുർആൻ, അതിനകത്തുള്ള എല്ലാ സന്ദേശങ്ങളും. അതുകൊണ്ട് തന്നെ നമുക്കങ്ങോട്ട് ഓടിച്ചെന്ന് ഖുർആനിൽ പരതി അതിൻ്റെ അർത്ഥമോ മറ്റോ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം ഈ ഖുർആൻ തന്നെ അവതരിപ്പിച്ചത് നബിയിലേക്കാണ്. നബിയെ അള്ളാഹു പ്രത്യേകം എടുത്തു വളർത്തിയതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമായിരിക്കും അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടാണ് നബിയെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ നബി ആ കാലഘട്ടത്തിൽ സത്യസന്ധൻ എന്ന് നബി അറിയപ്പെട്ടിരുന്നു. നബിയെ അങ്ങനെ ആളുകളാൽ അറിയപ്പെട്ടതാക്കി. നബിയെ അള്ളാഹു സത്യസന്ധൻ എന്ന രീതിയിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവന്നു. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു നബി സത്യസന്ധൻ ആണ് എന്ന്. ആ കാലഘട്ടത്തിലെ ഒരുവിധ ന്യൂനതകളും നബിയുമായി ഒരു വിധത്തിലും സ്പർശിച്ചിരുന്നില്ല. പ്രത്യേക സംരക്ഷണത്തിൽ വളർത്തി എല്ലാവർക്കും നബി സത്യസന്ധനാണ് എന്ന് കാണിച്ചു കൊടുത്തു. മാത്രവുമല്ല, സത്യസന്ധൻ എന്ന ഒരു പ്രത്യേക സ്വഭാവത്തിൽ അറിയപ്പെടുന്ന ആൾ അന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് അറിയപ്പെടുന്ന ഒരാൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യസന്ധനാണെന്ന് എല്ലാ ജനങ്ങൾക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെയുള്ള മാനസികമായും ശാരീരികമായും ഒരു വിധത്തിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത സത്യസന്ധരിൽ സത്യസന്ധനായ നബിക്കാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. എന്നിട്ടും നബി അല്പം പരിഭ്രാന്തി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഈ ഖുർആൻ ഒരു മലയുടെ മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ ആ മല അങ്ങനെ തകർന്നു പോകുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ഓടിക്കയറി ചെന്ന് മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെ പരതി അതാണ് ഇതാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഗ്രന്ഥം അല്ല ഖുർആൻ. അതുകൊണ്ടാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഖുർആൻ്റെ സന്ദേശങ്ങൾ പല വിധത്തിൽ, പല രീതിയിൽ, പലപ്പോഴായി, പല രംഗങ്ങളിലായി അവതരിച്ച സന്ദേശങ്ങളാണ്. അപ്പോൾ ഒരു ഒറ്റനോട്ടത്തിൽ നമ്മളങ്ങോട്ട് കയറി ചെന്ന് ഖുർആൻ വായിച്ചാൽ നമുക്ക് മുഴുവൻ വിരുദ്ധമായി തോന്നും. ഒന്നിന് വിരുദ്ധമാണ് മറ്റത് എന്ന് തോന്നും. പക്ഷെ ഖുർആനില്ല. ഖുർആൻ ഭാഷപ്രകാരം ഖുർആനിൽ ഒരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ല. പക്ഷെ നമുക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തോന്നും. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി പഠിച്ച്, ഒരു പഠിപ്പൊന്നും പോരാ, പഠിച്ച് അതിനപ്പുറം പഠിച്ച് അത് മാത്രവുമല്ല ശാരീരികമായും മാനസികമായും നല്ല രീതിയിൽ ജീവിച്ച് മനസ്സിലാക്കി ഖുർആൻ പഠിച്ചവർക്കേ അതിൽ മുങ്ങിത്തപ്പി അതിൻ്റെ മുത്തുകളെ വാരിക്കോരി എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണ ആളുകളൊക്കെ അത് വൈരുദ്ധ്യമാണ്, അതിൽ ശരിയില്ല, പോട്ടെ അള്ളാഹുവിന് അറബി അറിയില്ല എന്ന് വരെ പറയാൻ ധൈര്യം കാട്ടുന്നത് അതുകൊണ്ടാണ്. ഖുർആനിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ഒരു മനസ്സിലാക്കൽ കൊണ്ട് സാധിക്കില്ല. വേണ്ട വിധത്തിൽ വിവിധ രീതിയിൽ നല്ലപോലെ മനസ്സിലാക്കി അതിലേറെ മനസ്സിലാക്കി അങ്ങനെ സമീപിച്ചെങ്കിലേ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.